Hello, this is Sonu Ben with my little Benny. She is my plum party. എങ്ങനെ പറയണേ? Plum party. Hello, this is Sonu Ben with my little Benny. She is my plum party. സ്കൂളിൽ പോവാ അല്ലേ? സ്കൂളിൽ പോവാ. ബൈ പറ. ബൈ. അങ്ങനെ നമ്മുടെ ബെനി ബേബി ചൈൽഡ് കെയറിൽ പോയി. അവൾ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് പോകണമെങ്കിലും കുഞ്ഞു ആവയാണ്, 3 വയസ്സായതേ ഉള്ളൂ. അപ്പം അവൾ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ. അവളെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കറക്റ്റ് ഷാർപ്പ് 8 o'clock ഒന്നും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അവളുള്ളപ്പോൾ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് വിട്ടിട്ട് ഇപ്പോൾ ഒരു 9:30 9:45 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ താമസിച്ച് പോയി എന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എനിക്കറിയാം, വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ കുട്ടികളുണ്ട്, ജോലിക്ക് പോകണം, ബിസി ആയിരിക്കാം. പക്ഷേ ഡോണ്ട് സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഷുഡ് ഈറ്റ് എ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഗ്ലൂട്ടൻ അലർജി ആയതുകൊണ്ട് ഞാൻ ഗ്ലൂട്ടൻ ഫ്രീ. ഇത് ചോളം കൊണ്ടുണ്ടാക്കിയ ബ്രെഡാണെന്നാണ് പറയപ്പെടുന്നത്. ന്യൂസിലാൻഡിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാനിത് കഴിക്കുന്നു. നിങ്ങൾക്ക് ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം, ബട്ട് അളവ് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ദോശയാണെങ്കിൽ 1 or 2, ഇഡ്ഡലി ആണെങ്കിലും 2. ദോശ എന്ന് വെച്ചാൽ വലിയൊരു ദോശ ഉണ്ടാക്കി കഴിക്കരുത്. ഒരു മീഡിയം സൈസ് ദോശ, എന്നിട്ടൊരു ഓംലെറ്റൊക്കെ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതൊക്കെ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇന്നലത്തെ എൻ്റെ ആപ്പിൾ സാലഡിൻ്റെ മിച്ചമുണ്ട്, എൻ്റെ ബ്ലാക്ക് കോഫിയുണ്ട്, പ്ലസ് ഞാൻ പറഞ്ഞ ഈ ബ്രെഡുമാണ് കഴിക്കുന്നത്. ഹലോ, ഇന്നലെ ഉണ്ടല്ലോ ഞാൻ വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടിട്ട് ഇന്നലെ ഫേസ്ബുക്കിൽ മാത്രം എനിക്ക് നിയർലി 800 ഫോളോവേഴ്സ് ഇൻക്രീസായി. ആക്ച്വലി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതോടൊപ്പം തന്നെ എനിക്ക് എന്താ പറയുക, എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടിയല്ലോ എന്നോർത്തിട്ട് ഒരു ഭയങ്കര വിഷമം ഉണ്ടായി. കാരണം എന്നെ വിശ്വസിക്കുന്ന 800 ആളുകൾ, ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന 800 ആളുകൾ ഒറ്റ ദിവസത്തിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഞാനിതൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണണം എന്നുള്ളത് എനിക്ക് നല്ലൊരു മോട്ടിവേഷനായി. ഒപ്പം തന്നെ അത് എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടെ ഇതിനെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാനൊരു മോട്ടിവേഷനും കൂടെയായി. അപ്പം ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ ഒരാൾ വന്നിട്ടൊരു കമൻറ്റ് ഇട്ടു, ആദ്യം സ്വയം കുറച്ച് കാണിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ആ വ്യക്തിയോടും എന്നെ ഫോളോ ചെയ്ത 800 പേരോടും പറയാനുള്ളത്, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഓണം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അയ്യോ സദ്യ കഴിക്കും, വണ്ണം കൂടും. പ്രത്യേകിച്ച് വണ്ണമുള്ള പെണ്ണുങ്ങൾക്ക് ഒത്തിരി ടെൻഷനുള്ള കാര്യമാണ് വണ്ണം കൂടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓണത്തിന് മുന്നേ ഒരു 2 കിലോ കുറച്ചാലോ എന്നൊരു തംബ്നെയിൽ ഇട്ടത്. അല്ലാണ്ട് എൻ്റെ കയ്യിൽ യാതൊരു മാജിക്കൽ ട്രിക്കും ഉള്ളത് കൊണ്ടല്ല ഞാൻ അങ്ങനെയൊരു വീഡിയോ ഇട്ടത്. ഞാൻ എന്ന വ്യക്തി എന്താണോ ചെയ്യുന്നത് അത് ആസ് ആൻ ഇൻഫ്ലുവൻസർ അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണ്, എനിക്ക് ചെറുപ്പം മുതലേ വണ്ണമുള്ള ഒരാളാണ്. അപ്പം ഞാൻ വണ്ണമുള്ളതിനെക്കുറിച്ച് വളരെ ബോധേടൊന്നും ആയിരുന്നില്ല. ഒരു 10-22 വയസ്സ് വരെ അങ്ങനെ ആയിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, എനിക്ക് വണ്ണം കുറയ്ക്കണമെന്ന് തോന്നിയത് എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ബോധോദയം ഉണ്ടായത്. വണ്ണം കുറച്ചില്ലെങ്കിൽ നല്ല പ്രശ്നങ്ങളുണ്ട്, ഹെൽത്ത് കോംപ്ലിക്കേറ്റഡ് ആവുന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് പലവട്ടം വണ്ണം കുറയ്ക്കുകയും എന്നാൽ കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല, കുറഞ്ഞതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. ചിലരൊക്കെ പറയും, കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് നമ്മൾ
ചില കുറഞ്ഞതായിട്ടൊക്കെ അവർക്ക് തോന്നുമായിരിക്കും. പക്ഷേ നമ്മളൊരു ഇന്ന് കണ്ടു, അത് കഴിഞ്ഞൊരു 5-8 മാസം കഴിഞ്ഞ് കണ്ട ആൾക്കാർ അന്ന് കണ്ട പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്, നീ കുറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ 8 മാസത്തിനിടയ്ക്ക് നമുക്ക് കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നല്ലൊരു കാര്യമാണെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം ഓരോ വ്യക്തിക്കും ഓരോ ബോഡി ടൈപ്പാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഓരോ ജീവിത സാഹചര്യങ്ങളാണ്. ഇപ്പം എല്ലാവരും വെയിറ്റ് കുറയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഇപ്പം മനസ്സിൽ എല്ലാവർക്കും വരുന്ന ഒരാളാണ് റിമി ടോമി. ഷീ ഈസ് റിയലി ഹാർഡ് വർക്കിംഗ്. ഞാൻ അവരെ എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുന്നതല്ല. അവരുടെ സാഹചര്യവും ഒരു സാധാരണ വീട്ടമ്മയുടെ സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. ഈവൻ ഇപ്പം തന്നെ ഞാൻ തന്നെ ഈ 30 days വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഓരോരോ റെസിപ്പീസ് അല്ലെങ്കിൽ ഓരോരോ ഐറ്റംസ് ഇടുമ്പോഴത്തേക്ക് അത് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ഇപ്പം നമ്മൾ പ്രിവിലേജ്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് മറ്റൊരാൾ അത്രയും പ്രിവിലേജ്ഡ് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ചില വെയിറ്റ് കുറച്ച ആൾക്കാരൊക്കെ പറയും, ഞങ്ങൾ കുറച്ചല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ കുറയ്ക്കാൻ പറ്റാത്തത്. അത് അവരുടെ ബോഡിയും നമ്മുടെ ബോഡിയും തമ്മിൽ ആടിൻ്റെ വ്യത്യാസം കാണും. കാരണം ചില മനുഷ്യരുണ്ട് ജന്മന ആപ്പിൾ പോലെ ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഉടുപ്പിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷേ എൻ്റെ അപ്പർ ബോഡിക്ക് നല്ല വെയിറ്റാണ്. അപ്പോൾ എൻ്റെ കൈക്ക് നല്ല വണ്ണാണ്. എൻ്റെ ഈ ഒരു മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മത്തങ്ങ പോലെ ഇരിക്കുന്നത്. എന്നെ കുറച്ച് കാണിക്കില്ല, ഞാൻ സ്വയം മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഞാൻ ഇരിക്കുന്നത്. ലോവർ പാർട്ടിൽ എനിക്ക് എൻ്റെ വെയിറ്റ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് കുറവാണ്. ചില മനുഷ്യരെങ്ങനെ കശുമാങ്ങ പോലെ ഇരിക്കുന്നത്. കശുമാങ്ങ എങ്ങനെ മേൾഭാഗം ഇങ്ങനെ മെലിഞ്ഞിരിക്കും, താഴെ ഭാഗം ഇങ്ങനെ, അതായത് ഈ ഭാഗം ഇങ്ങനെ വന്നിട്ട് വേറൊരു ഷേപ്പിലിരിക്കും. അപ്പം ചില മനുഷ്യരുണ്ട് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ കൊത്തി വെച്ചിരിക്കുന്ന പോലെയുള്ള മനുഷ്യരുണ്ട്. നിങ്ങൾ എത്ര അങ്ങനത്തെ മനുഷ്യരെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയ്ക്ക് കണ്ടിട്ടുണ്ട്? വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് അതാണ് പെർഫെക്റ്റ്. കാരണം നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സും മോഡൽസും ആർട്ടിസ്റ്റും എല്ലാവരും തന്നെ പെർഫെക്റ്റ് ഷേപ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. കുറേയൊക്കെ മേക്കപ്പും ഫിൽറ്ററും ഒക്കെയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ക്യാമറയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കുള്ള കളറിനേക്കാളും കൂടുതൽ കളർ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളത് കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി, നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയുക കൂടി വേണം. അപ്പോൾ ഞാൻ ഇത്രയൊന്നും കാട് കയറി പറഞ്ഞു പോകുന്നത് എന്നാന്ന് വെച്ചാൽ, മറ്റുള്ളവർ പറയുന്നതോ മറ്റുള്ളവർ ചിന്തിക്കുന്നതോ, അല്ലെങ്കിൽ നീ കുറേ വെയിറ്റ് കുറയ്ക്കാൻ നോക്കി, ഇത് ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ളത്, ആര് കുറയ്ക്കാൻ, നിൻ്റെ വെയിറ്റ് കുറയാനോ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചൊന്നും പറയാൻ പോകണ്ട. കാരണം അവർക്കറിയില്ല. കാരണം ചില മനുഷ്യർ ജന്മനാ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും അവർ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട് വായിച്ചിട്ടില്ല. അവർക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ വെയിറ്റ് കുറയുന്നത്, എങ്ങനെയാണ് ഒരു ബോഡി മെക്കാനിസം, ഇതൊന്നും ഇവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് അവരുടെ ലുക്കിൽ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് അവരിതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകത്തില്ല. ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നത്? വെയിറ്റ് ഒരുപാടുള്ള ആളുകൾ. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ഇങ്ങനെ വായിച്ച് അവസാനം എനിക്ക് പിടിച്ച് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ റിയാലിറ്റി വന്നിട്ടുണ്ട്. മനുഷ്യനെന്ന് പറയുന്നത് ഒരു വണ്ടി പോലെ തന്നെയാണ്. അപ്പം വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഫ്യൂൽ കൊടുക്കണം. ആ വണ്ടിയുടെ ഫ്യൂൽ പെട്രോളോ ഡീസലോ കൊടുക്കണം. അപ്പോൾ ആ പെട്രോൾ ടാങ്കിൽ ഒരു കരട് വീണിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്നവർക്കറിയാം, വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആദ്യമേ നല്ലപോലെ ഇരിക്കുമ്പോൾ ഉള്ളൊരു പുഷ് വണ്ടിക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും സംതിങ് ഈസ് റോങ്. അപ്പം നമ്മളത് ചെക്ക് ചെയ്യും, അത് ഫിൽട്ടർ ചെയ്യും. അപ്പോൾ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചു വാരി തിന്നുന്നത് കൊണ്ടല്ല എല്ലാ മനുഷ്യരും വണ്ണം വയ്ക്കുന്നത്. ഓരോ മനുഷ്യനും എന്താ പറയുക, ഓരോ ജനറ്റിക്സ് ഉണ്ട്, ഓരോ കൈൻഡ് ഓഫ് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്, ഹോർമോണൽ ഇംബാലൻസുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് മാത്രമാണ് ഓരോരുത്തരുടെയും ബോഡി വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കാൻ പോകുമ്പം ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാനിങ്ങനെ കുറേ വലിച്ചു വാരി പറയുന്നത്, ഇത് കേൾക്കുന്നവർക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട. ഇപ്പം ഞാനുമായിട്ട് പോലും നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ട്രൈ ചെയ്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ന്യൂസിലാൻഡിലായതുകൊണ്ട് എനിക്കിപ്പോൾ ഗ്രീൻ ആപ്പിൾ വാങ്ങാനോ എനിക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങാനോ ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇത് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന സാലറിക്ക് നമുക്കത് അഫോർഡബിൾ ആയിട്ട് വാങ്ങാനും പറ്റും. പക്ഷേ നാട്ടിലുള്ള ഒരാൾക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്, എല്ലാ ദിവസവും ഫ്രൂട്ട്സ് എന്ന് വാങ്ങുക എന്ന് പറയുന്നത് ലക്ഷറിയാണ് ആക്ച്വലി. അത് ഒരു സാധാരണക്കാരായ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന
ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ കഴിക്കുന്നവർക്ക് മാത്രമാണ് വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കൊരു പ്രയോറിറ്റി കണ്ടെത്തി നമ്മളുടെ വീട്ടിലിപ്പോൾ പപ്പായ ആണോ പപ്പായ എടുക്കുക, മാങ്ങയാണോ മാങ്ങ എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാമ്പയ്ക്കാണോ ഉള്ളത് ചാമ്പയ്ക്ക എടുക്കുക, അല്ലെങ്കിൽ ചെറുപയർ, കടല, പരിപ്പ് നമുക്ക് അല്ലെങ്കിൽ വെണ്ടയ്ക്ക നമ്മൾക്ക് ഉള്ള സാധനം. ബനാന പിന്നെ വാങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഡെയിലി പല ഫ്രൂട്ട്സ് ഇങ്ങനെ മാറ്റി മറിച്ചും കഴിക്കണം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എന്താണോ ഉള്ളത് നമ്മൾ കഴിക്കുക. അപ്പം നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ കാണുമ്പോഴത്തേക്ക് ഈവൻ ഇൻക്ലൂഡിങ് മീ എനിക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഓഫ് കോഴ്സ് കാണിക്കും. പക്ഷേ ഞാൻ കാണിക്കുന്ന അതേ ഫ്രൂട്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന അതേ വെജിറ്റബിൾ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാം. ഞാൻ എന്താ പറയുക അതിനൊരു മോട്ടിവേഷൻ ആവണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റും ക്യാബേജും ഒക്കെ എല്ലാവരുടെയും വീട്ടിൽ മേടിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇവിടെ കിട്ടുന്ന ഇതിനേക്കാളും കൂടുതൽ വെജിറ്റബിൾസ് നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കുന്നത് പോലെ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം അതേപടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കാൻ നോക്കിയാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തലത്തിലേക്ക് എത്തത്തില്ല. നമ്മുടെ സ്ട്രെസ്സ് കൂടത്തേ ഉള്ളൂ. കാരണം നമ്മളൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്നാ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 തവണ 3 തവണ 4 തവണ നമുക്ക് അവരെ കോപ്പി ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെക്കൊണ്ട് അത് പറ്റാണ്ട് വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടും. സ്ട്രെസ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കാരണം സ്ട്രെസ്സ് വരുമ്പോൾ ആൾക്കാർ വലിച്ചു വാരി തിന്നും എന്ന് പറയും. പക്ഷേ അത് അങ്ങനെ അല്ല. കാരണം സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവൽ ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് അത് മെറ്റബോളിക് ഡിസോർഡർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വെയിറ്റ് ഇൻക്രീസ് ആവുന്നത്. അല്ലാണ്ട് സ്ട്രെസ്സ് വരുമ്പോൾ വലിച്ചു വാരി തിന്നുന്നത് കൊണ്ടാണ്. ഓഫ് കോഴ്സ് സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇത് ഹെൽത്തി ആണോ അത് ഹെൽത്തി ആണോ എന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അതൊരു ട്രൂ ഫാക്ടർ ആണെങ്കിൽ പോലും അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നാട്ടിൽ ഇപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നേരത്തെ വീട്ടമ്മമാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫേസ് ചെയ്യാൻ പോകുന്നൊരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ്, പിന്നെ കറി എന്തെങ്കിലും ഒരു മുളകിടിച്ചതോ ചമ്മന്തിയോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല, കുറേ ചോറ് ഉണ്ടെങ്കിൽ ഓക്കെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു പ്രശ്നമില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മെലിയണം, ഹെൽത്ത് ഇഷ്യൂസ് വേറെ പല കാരണങ്ങളുണ്ട്. ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള വേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നമ്മൾ ഫുഡ് ശ്രദ്ധിച്ചാൽ തന്നെ പകുതി അസുഖങ്ങൾ മാറും. അപ്പോൾ ഇത്രയും നീണ്ട കഥ ഞാൻ എന്നാത്തിനെ പറഞ്ഞു എന്നെനിക്കറിയത്തില്ല. അപ്പം അതായത് എനിക്ക് ഇത്രേ ഉള്ളൂ. ഒത്തിരി കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം കേട്ടോ. കാരണം എനിക്ക് നിങ്ങളുടെ സംശയം എന്താ എന്നറിഞ്ഞിട്ട് മറുപടി പറയുന്നതല്ലേ നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ വലിച്ചു വാരി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞ ഒന്ന് വെയിറ്റ് കുറച്ച് കാണിക്കുക എന്ന് പറഞ്ഞ ആളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കാണിക്കാനൊന്നുമില്ല. ചിലപ്പോൾ എൻ്റെ കുറയുമായിരിക്കും, ചിലപ്പോൾ എനിക്ക് കുറയത്തില്ലായിരിക്കും. പക്ഷേ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. അതിൻ്റെ റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് അത് പല ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു. അപ്പം ഞാനിപ്പം ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. ലഞ്ച് ഞാൻ പറഞ്ഞല്ലോ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനകത്തുനിന്ന് പൊട്ടറ്റോ കഴിക്കില്ല. കാരണം കൊച്ചിന് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൊട്ടറ്റോ അത്ര ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനമല്ല. ബട്ട് സ്വീറ്റ് പൊട്ടറ്റോ ആണ്, അതിനകത്ത് നിറയെ ഫൈബറുണ്ട്. പക്ഷേ ഈ നോർമൽ സാധാരണ പൊട്ടറ്റോ എന്ന് പറയുന്നത് അതിനകത്ത് കാർബ് കൂടുതലാണ്, അപ്പോൾ സ്റ്റാർച്ച് കൂടുതലാണ്. അപ്പം സ്റ്റാർച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഗ്ലൂക്കോസായിട്ട് മാറും, ഷുഗറായിട്ട് മാറും. അപ്പം ഷുഗറായിട്ട് മാറുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റ് ലോസിനെ അത്ര സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെയാണത്. അതായത് നമ്മൾ കഴിക്കുന്ന എന്തുകൊണ്ട് ചോറ് കഴിക്കരുതെന്ന് പറയുന്നത്, ചോറ് കഴിച്ചാൽ ഉടനെ തന്നെ അത് ഷുഗറായിട്ട് കൺവേർട്ട് ആവുന്നത് കൊണ്ടാണ് ചോറ് കഴിക്കരുത്, ചോറിൻ്റെ അളവ് കുറയ്ക്കണം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ പെട്ടെന്ന് ഷുഗറായിട്ട് കൺവേർട്ട് ആവുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ആ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യും. നമ്മുടെ ബോഡിയിലിരിക്കുന്ന എക്സസ് ഫാറ്റ് അവിടെ തന്നെ ഇരിക്കും. അപ്പം അതേക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും മനസ്സിലാവത്തില്ല, പിന്നെ ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പം എൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഓയിൽ ഞാൻ തപ്പാണ്. ഓയിൽ കഴിഞ്ഞ ദിവസം അച്ഛൻ വീട് വെഞ്ചരിക്കാൻ വന്നപ്പോൾ ഞാനിതൊക്കെ മാറ്റി വെച്ചായിരുന്നു. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ കിട്ടിയിരിക്കുന്നു ഗൈസ്. സോ നമുക്ക്
വെളിച്ചെണ്ണ ഒഴിക്കാം. കണ്ടോ, നമുക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. ഒന്നും ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ആഡ് ചെയ്യാം. പൊട്ടറ്റോ കുറച്ച് നേരം മുന്നേ കഴുകി വെച്ചതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചു, കറുത്തു പോകും. ഇത് രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തായിരുന്നു. അതിൽ ഒന്നുമില്ല, പൊട്ടറ്റോ മെഴുക്കുരട്ടി അത് തന്നെ. ഇതൊക്കെ ആരുടെ വീട്ടിലാണ് ഇല്ലാത്തത്, കാരണം ഉണ്ടാക്കാൻ പറ്റും. പ്രോട്ടീനായിട്ടൊരു മുട്ടയും കൂടെ പുഴുങ്ങി അങ്ങോട്ട് കഴിക്കുക. പക്ഷേ ഈ പൊട്ടറ്റോ അധികം ചോറിനകത്ത്, ഇത് ഞാൻ കൊച്ച് ഉള്ളതുകൊണ്ട് മാത്രമാണ് പൊട്ടറ്റോ ആഡ് ചെയ്യുന്നത്. കാരണം അവൾക്ക്, പിള്ളേർക്ക് ഇഷ്ടമുള്ളതാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് വിചാരിച്ച് അവരെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്ത് ഇച്ചിരി കുഴഞ്ഞു പോയി. അതിനിടയ്ക്ക് ഞാൻ വേറെ ഇച്ചിരി ഉത്സവ പരിപാടിക്ക് പോയി, അതുകൊണ്ട് പൊട്ടറ്റോ വെന്ത് അങ്ങോട്ട് കുഴഞ്ഞു പോയി. ബട്ട് നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കാനല്ലേ, കുഴയട്ടെ. ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഉപ്പിടുന്ന കാര്യം പറയാൻ മറന്നു പോയായിരുന്നു കേട്ടോ. റൈസ് വെച്ചപ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പൊട്ടറ്റോ വേവിച്ചപ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പിടാൻ മറന്നു പോയെന്നാരും പറയരുത്. പിന്നെ ഇതാ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തേക്ക് ഇടാണ്, സെയിം ബക്കറ്റ്. വെയ്റ്റ് ലോസിൻ്റെയും പ്രിൻസിപ്പിൾ മനസ്സിലാക്കാതെ നമ്മൾ വെയ്റ്റ് ലോസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയത്തില്ല. സോ ലോ കാർബ്, ഹൈ ഫൈബർ, ഹൈ പ്രോട്ടീൻ, ഇത് നമ്മൾ ഫോളോ ചെയ്യണം. പ്ലസ് അതിൻ്റെ മെഷർമെൻറ്റും കറക്റ്റായിരിക്കണം. കണ്ടമാനം വാരി വലിച്ച് തിന്നരുത്. ചപ്പാത്തി ആണല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ ആണല്ലോ, അതാണല്ലോ ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ച് അളവ് കൂട്ടി കഴിക്കരുത്. ഇത് നല്ല റൈസ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ലൈക്ക് പൊട്ടറ്റോ ബിരിയാണി. വാവ്. നമുക്കേ നമ്മുടെ റൈസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഞാൻ ഡിന്നറിനുള്ള സ്വീറ്റ് പൊട്ടറ്റോ സൂപ്പിനുള്ള സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വയ്ക്കാം. സിമ്പിൾ. അതിനിടയിൽ കൂടെ ഞാനൊരു ബുൾസൈ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. ഇതാണ് എൻ്റെ ലഞ്ച്. പൊട്ടറ്റോ റൈസിലെ പൊട്ടറ്റോ ഞാൻ എടുത്തില്ല, പകരം റൈസ് മാത്രം സെലക്ട് ചെയ്തെടുത്തു. അഞ്ജലി പോയി ജോലിക്ക് പോയി, ബെഞ്ചമിനും ജോലിക്ക് പോയി, പിന്നെ കൊച്ച് ചൈൽഡ് കെയറിൽ പോയി. അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പം എൻ്റെ ഇഷ്ടത്തിന് വളരെ ഹാപ്പി ആയിട്ട് ഫ്രീഡത്തോടു കൂടി ഇരുന്ന് ഞാൻ ലഞ്ച് കഴിക്കാം. ഇന്നലത്തെ ഗ്രീൻ ആപ്പിൾ സാലഡിൻ്റെ മിച്ചം ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വെള്ളക്കടലയുടെ ഒരു സാലഡാണ്. സാലഡ് ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവറിലേക്ക് ആക്കി എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്താ പറയുക, എന്താണോ നിങ്ങൾക്ക് അതിനകത്ത് ഇടാനായിട്ട്, മാറിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻറ്റ് അത് നിങ്ങൾ ഇടുക. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്തേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇടുന്നുണ്ട്. ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ടിട്ട് ഈ ചാട്ട് മസാല കുറച്ചിടും. കടല വേവിച്ചപ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതിനെ ഒന്ന്
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇത് മുഴുവനും കൂടെ ഞാൻ കഴിക്കുന്നില്ല, ഇത് ഞങ്ങൾ 4-5 പേർക്കുള്ളതാണ്. ഇനി അഥവാ മിച്ചം ഉണ്ടെങ്കിൽ ഞാൻ നാളെ അതെടുക്കും. ഇതാണ് എൻ്റെ ഒരു ഡിന്നറിൻ്റെ ഒരു ഇന്നത്തെ സാലഡ്. പിന്നെ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ചത്. എന്നിട്ട് ഇതിനെ ഞാൻ സൂപ്പാക്കും. ഇത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ബോയിൽ ചെയ്ത് അതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങയുടെ കോക്കനട്ട് മിൽക്കും കൂടെ ഒഴിക്കും. അങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ ഗ്രൈൻഡ് ചെയ്ത് എടുത്തത് ഇനി ഒന്ന് ബോയിൽ ചെയ്യും. ഞാൻ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇനി കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ ആഡ് ചെയ്തൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യമ്മി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ് സൂപ്പ് റെഡിയായി. ഡെൽഫി മുഖം പറഞ്ഞിരിക്കുകയാണ്. സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു. വാന്നേ കഴിക്കാം, വായോ വാടി. ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്കിഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ എന്റെ വീട്ടിൽ വരുന്ന എല്ലാത്തിനും മെലിയിച്ചിട്ടേ ഞാൻ വിടത്തു. ഞാൻ മെലിഞ്ഞില്ലെങ്കിലും നിങ്ങൾ മെലിയണം. പനിയാറ്റൂലായിരുന്നപ്പോഴേ ഞങ്ങള് വെജീസ് ഒക്കെ ഇല്ലേ സ്റ്റീം ചെയ്യും. അതിന്റെ ഉപ്പും കുരുമുളകും മാത്രം. ഇച്ചിരി മാഷ്ഡ് പൊട്ടറ്റോ സൂപ്പ്, ഒരു നല്ല ഗാർലിക് ബ്രെഡ് അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ്, അങ്ങനെ ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നത്. ഫാമിലി വന്നിട്ടല്ലേ ചോറും പിന്നെ നോക്കിക്കേ അവിടെ ഓയിലിന്റെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ പോട്ടേട്ടോട്ടാ വന്നിട്ടുണ്ട്. ടാറ്റ താടി പോടി, ഇറങ്ങി പോടി, ഞങ്ങൾ കഴിക്കട്ടെ. സോറി ഡേ. അടുത്ത ദിവസം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാം. ഓക്കെ, ഇച്ചുസെ ബൈ ബൈ. ഇപ്പൊ പോവാൻ നേരത്തെ ഫ്ലൈങ് കിസ് കൊടുത്ത് പറഞ്ഞു വിടുന്നു. അയ്യോ അല്ല, എന്റെ പറയാന്ന് അറിഞ്ഞോണ്ട് ഞാനൊന്നും കഴിക്കാൻ ഇങ്ങനെ സാലഡ് ലീവ്സ് ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കണം. അടിപൊളി അല്ലേ അഞ്ജലി? പനിക്കോ? ഡെൽഫി പുച്ഛം കണ്ടപ്പോ ഞാൻ ഡെൽഫി ഇടില്ലെന്ന്. കഴിച്ചോ?